ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ആ ഫോട്ടോയാ. അൽത്താഫ്ക്കയും നെസ്ലിലും ഞാനും കൂടി നിന്നിട്ടൊരു ട്രോള് വന്നായിരുന്നു. ഞങ്ങളാ ചായ കുടിക്കുന്നിടത്ത് ക്ലാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തുടരും ഭയങ്കര സക്സസ് ആയിട്ട് അവിടെ നിന്ന് കോള് വന്നുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരും വിളിക്കുന്നു, ഇങ്ങനെ പറയുമ്പോൾ ലാലേട്ടൻ ദൈവമേ 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 ഈ എല്ലാ താങ്ക് യു പറയുന്നതിന് പകരം ലാലേട്ടൻ ഇങ്ങനെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു താങ്ക്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, എങ്ങനെയുണ്ട് ഇപ്പോൾ ഫീലിംഗ്? നോർമൽ. ഞാനിപ്പോൾ ആലോചിച്ചു, ശരിയാണ്, എത്ര ബ്ലോക്ക് ബസ്റ്ററുകളും ഇൻഡസ്ട്രി ഹിറ്റൊക്കെ കണ്ടു. അപ്പോൾ എല്ലാം വളരെ നോർമലായിരിക്കും. അപ്പം അച്ഛനൊക്കെ സംബന്ധിച്ച് അച്ഛൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അച്ഛൻ്റെ ചെറുപ്പം തുടങ്ങിയ സത്യൻ സാറിനെ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനിവിടെ അവരുടെ കൂടെ ഇത് ചെയ്യുമ്പോൾ, അഭിനയിക്കുമ്പോൾ അച്ഛൻ ഈസ് ലൈക്ക് അച്ഛൻ്റെ ലൈഫിനൊരു കംപ്ലീഷൻ കിട്ടിയ പോലെയാണെന്ന് എനിക്ക് സംസാരത്തിൽ തോന്നാറുണ്ട്. ഓടി സ്റ്റെപ്പിലേക്ക് ഒരു അമ്മ തുടച്ചുകൊണ്ടിരിക്കുക. അമ്മേനോട് അമ്മയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ മറ്റേ നമ്മളെന്തോ വണ്ടി ഇടിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു റിയാക്ഷനായിരുന്നു. അത്രയും ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ആയിരുന്നു. തലോടൽ എന്നുള്ളതിനേക്കാൾ ലാലേട്ടൻ അത് ആ സമയത്ത് ചെയ്യുക. എനിക്കൊരു കുഞ്ഞു പനി വന്നു. അപ്പോൾ അതാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ശരിയ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ലേ, എപ്പോഴും സൈഡ് ബെഞ്ചിലിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്കും പനി വന്ന് പോയി കഴിയുമ്പോൾ നമുക്കൊരു പിന്നെ അന്ന് വൈകുന്നേരം വരെ ഒരു മിസ്സിങ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അതായിരിക്കണം. അല്ലെങ്കിൽ ലാലേട്ടൻ അവിടെ നിന്ന് ഷൂട്ടിൻ്റെ ഇടയില ലാലേട്ടൻ്റെ സീൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുക, ഞാനും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് നിന്ന് ഇത് സംസാരിക്കുന്നു. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആ മൊമെൻ്റ് എന്നെ തലോടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയണ, ഭയങ്കര മൊമെൻറ്റ്സ് ആയിരുന്നു എല്ലാ രീതിയിലും. നമസ്കാരം, വീഡിയോനോടൊപ്പം സംഗീത്. വെൽക്കം ആൻഡ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇതൊരു സ്പെഷ്യൽ ഓണം തന്നെയാണ്. ലൈക്ക് നമ്മളൊരു കാലത്ത്, കുട്ടിക്കാലത്ത് എപ്പോഴും ഒരു ഓണത്തിന്, ഒരു മോഹൻലാൽ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അവിടുന്നാണ് ഇപ്പം മോഹൻലാലിനൊപ്പം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ വരുന്നു, അത് ഓണത്തിന് റിലീസാവുന്നു, ഓണത്തിന് അത് വലിയ സക്സസ് ആവുന്നു. ആ സമയത്ത് നമ്മളൊന്ന് സംസാരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഭയങ്കര ഓവർവെൽമിങ് ഫീലിംഗ് ആണ് എല്ലാം കൊണ്ടും. കാരണം പണ്ട് ഇതുപോലെ ഒരു 2-3 മെയിൻ ചാനൽസാണല്ലോ ഉള്ളത് ടി വിയിൽ. തിയേറ്ററിൽ പോകുന്നതിനേക്കാൾ അന്നത്തെ ദിവസം, ഓണത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ ആ ഒരു മെയിൻ 3 ദിവസങ്ങളൊക്കെ ഞാൻ കൂടുതലും ടി വിയിലാണ്. ടി വിയിലൊരു 3 സിനിമകളൊക്കെ ഒരു ചാനലിൽ രാവിലെ ഉച്ചയ്ക്ക് ഒരു പോയിൻ്റൊക്കെ എത്തിയപ്പോൾ 4 വരെ എത്തി. അങ്ങനെ സിനിമകൾ കാണും. അതിൽ തന്നെ ഓരോ ആഡിൻ്റെ ഇടയിൽ മാറ്റി അപ്പുറത്തെ സിനിമ കാണും എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഇതുപോലെ ഓരോ ഓണങ്ങളും, ഇപ്പോൾ കഴിഞ്ഞ ഓണം പോലും നമ്മൾ ഭയങ്കര ഹോപ്പ്ഫുള്ളി അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ട് ഏത് സിനിമയാണ് അടിക്കാൻ പോകുന്നത്. എപ്പോഴും ഒരു ഓണം വിന്നർ ഉണ്ടല്ലോ. ബാക്കി എല്ലാത്തിനേക്കാളും നമ്മൾ സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു മറ്റേ ഞങ്ങൾ പടക്കക്കാരുടെ ഏറ്റവും നല്ല കൊയ്ത്ത് കാലം ഓണമാണെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ വർഷത്തിലേക്ക് എത്തുമ്പോൾ അതിൽ നമ്മളൊരു പാർട്ടാവുക, നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര താങ്ക് ഗോഡ്. ഈ ഓണത്തിന് ഇപ്പോൾ ക്ലാഷ് എന്ന് പറയുന്നത് പണ്ടത്തേക്കാൾ കൂടുതൽ ആളുകൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇതിലിപ്പോൾ ഏത് പടം, നേരത്തെ പറഞ്ഞ ഏതടിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാ പടങ്ങളും ഒരുപോലെ ആളുകളെ ഏറ്റെടുക്കുന്നു. ലൈക്ക് പല ഓണേഴ്സാണ്, അതിനെ മനസ്സിലാക്കിയ ആളുകൾ അതിനെ ആ ഫീലിൽ കാണുന്നു എന്നുള്ളൊരു ചേഞ്ച് വന്നല്ലോ. അതിനെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ആ ഒരു മാറ്റം? എനിക്ക് അത് ഭയങ്കര സർപ്രൈസിംഗ്ലി അതിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ പ്രേമലുവിൻ്റെ ഒക്കെ സമയം തന്നെയാണ്. പ്രേമലും മഞ്ഞുമലും ഭ്രമയുഗമൊക്കെ ഒരുമിച്ച് ഒരേ സമയം തിയേറ്ററിൽ ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ സ്പേസ് ഉണ്ട്. ആളുകൾ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നത് കുറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് റിപ്പീറ്റഡ്ലി പ്രേമലൊക്കെ 14 വട്ടമൊക്കെ കണ്ടവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പല സിനിമകളും റിപ്പീറ്റഡ്ലി കാണുക, അല്ലെങ്കിൽ എല്ലാ സിനിമകളും കൂടെ വർക്കാവുക എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പല വട്ടമായി ഇപ്പോൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ആളുകൾക്ക് വേണം. സിനിമ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ പല സിനിമകളുടെ ഇടയിലൊക്കെ എൻ്റെ അടുത്തൊക്കെ വീട്ടിൽ ആ കറക്റ്റ് വൈബ് നമുക്ക് മനസ്സിലായി തുടങ്ങി. കുറേ നാളായിട്ട് സിനിമ കാണാതിരുന്നിട്ട്
ഒരു സിനിമ കാണണമല്ലോ, ഇപ്പം ഏത് സിനിമയാണെന്ന് ചോദിക്കുന്നത് മൾട്ടിപ്പിൾ ആൾക്കാർ ഒരേ സമയത്ത് ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ കസിൻസ്, ഫാമിലിയൊക്കെ നമ്മളോട് പേഴ്സണലി ഇങ്ങനെ ഇപ്പം ഏതാണ്, എന്നിട്ട് അപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല സിനിമ കാണുന്നു, ആ സിനിമയ്ക്ക് ഭയങ്കര റെസ്പോൺസ് കിട്ടുന്നു അല്ലെങ്കിൽ കളക്ഷൻ കിട്ടുന്നു എന്ന് പറയുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ റിപ്പീറ്റ് വരികയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത് ആ ഫോട്ടോയാ, അൽത്താഫ്ക്കയും നെസ്ലിലും ഞാനും കൂടി നിന്നിട്ടൊരു ട്രോള് വന്നായിരുന്നു. ഞങ്ങളാ ചായ കുടിക്കുന്നിടത്ത് ക്ലാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അൽത്താഫ്ക്ക് എനിക്ക് അയച്ചു തന്നു, നെസ്ലിനും അയച്ചു തന്നു. അപ്പോൾ അത് ഭയങ്കര എല്ലാം നമ്മൾ അതിൽ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സിനിമകളും കൂടെ ഉള്ള 2 സിനിമകളും ഞാനിതിൻ്റെ പ്രീവിയസ് സ്റ്റേജിലൊക്കെ ഇതിൻ്റെ കഥയും സീക്വൻസസും ഒക്കെ ചമൻ വഴിയും, ചമനാണ് ലോകയുടെ എഡിറ്റർ, അൽത്താഫൊക്കെ സീൻസ് പറയും, നെസ്ലിൻ പറയും, അങ്ങനെ അറിഞ്ഞിട്ടുള്ള. പിന്നെ എനിക്ക് മേനേപ്പാരിക്കുകയും എനിക്കറിയാവുന്ന കഥയാണ്. ഫൈസലിൻ്റെ ഫ്രണ്ടാണ് ഡയറക്ടർ. അപ്പോൾ എല്ലാ സിനിമകളുടെ കഥ മറ്റേ രാജുവേട്ടൻ പറയണ പോലെ എല്ലാ കഥകളും എനിക്കറിയാം. അത് ഭയങ്കര സന്തോഷമുള്ള പരിപാടി. ഈ പറഞ്ഞ പോലെ ഒന്നിച്ചൊരു കുടുംബം പോലെ എല്ലാ സിനിമകളും എത്താറുള്ളൂ. അപ്പം നെസ്ലിൻ്റെ പടം എത്തുന്നു, അൽത്താഫിൻ്റെ പടം എത്തുന്നു. ഇത് ഒരു കുടുംബം എന്നുള്ള ഫീലിലേക്ക് മലയാള സിനിമ മൊത്തത്തിൽ സംഗീതത്തിൻ്റെതായിട്ട് മാറുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇവരുടെയൊക്കെ സക്സസ്, ഇപ്പോൾ മാത്യുവിൻ്റെ, നെസ്ലിൻ്റെ, ഇപ്പോൾ എനിക്ക് തലവര പറയാണ്ടിരിക്കാൻ പറ്റില്ല. അർജുൻ ചേട്ടൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടും പെയിനും ആള് ഗോ ത്രൂ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്നതാണ്. ഞാൻ ബ്രൊമാൻസ് തുടങ്ങി കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. ബ്രൊമാൻസിലൊക്കെ ചില റിയാക്ഷൻസും ചില പെർഫോമൻസും ഒക്കെ ഞാനിങ്ങനെ മറ്റേ നമ്മൾ ഇത് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കുന്ന ആള് ബ്രഹ്മയുഗത്തിലൊക്കെ അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണെങ്കിലും തലവരെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കെന്താ പറയുക, നമ്മളുടെ പടം തിയേറ്ററിൽ സക്സസ് ആകുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ഈ റീസെൻ്റ്ലി കിട്ടിയത് അർജുൻ ചേട്ടൻ്റെ തലവര കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ രാത്രി മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ അതുപോലെയാണ് എല്ലാവരും. അപ്പോൾ നെസ്ലിനാണെങ്കിലും ജിംഖാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മാത്യുവിൻ്റെ ഓരോ സിനിമകളും ഇറങ്ങുമ്പോൾ ഒക്കെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് റൊമാൻസൊക്കെ ഇറങ്ങണം. എന്നാലും അവൻ്റെ അടുത്തടുത്ത സിനിമകളൊക്കെ പറ്റിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് എല്ലാ വേവലാതികളും ഷെയർ ചെയ്യുന്നത് എന്ന് പറയണ പോലെ. അപ്പോൾ ഇവരെല്ലാം ഫാമിലിയാണ്. അത് ഒരുമിച്ച് ഇറങ്ങിയാൽ പോലും നമ്മളുടെ പടത്തിന് പണ്ട് ഉണ്ടായിരുന്നു ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, മറ്റേ നമ്മൾക്ക് അടിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഭയങ്കര പേഴ്സണലി ഈ 3 സിനിമകളും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെയാണ്. അപ്പോൾ ജെന്യുവിനായിട്ട് നമുക്ക് ഒരു പോയിന്റിൽ പോലും ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് വരണമെന്നോ അല്ലെങ്കിൽ അത് താഴെ പോകണമെന്നോ ആഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമകൾ എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട സിനിമകളാണ് രണ്ടും. ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ ഒരു എഡിറ്റർ എന്നുള്ള നിലയിൽ വന്ന സമയത്ത്, അതും എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ എഡിറ്റേഴ്സിനെ നമ്മൾ മുഖം കണ്ടിട്ടില്ലാത്ത ആളുകളായിരുന്നു. അവിടുന്ന് വലിയ രീതിയിലേക്ക് മാറുന്നുണ്ട്. നിങ്ങളുടെ ഒരു ടീമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഷമീർക്കാണെങ്കിലും ചമ്മനാണെങ്കിലും സംഗീതാണെങ്കിലും വലിയ രീതിയിൽ റെക്കഗ്നൈസ്ഡ് ആവുന്നു. നിങ്ങളുടെ വർക്കുകൾക്ക് സ്പെഷ്യൽ അപ്രിസിയേഷൻ വരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെങ്കിൽ പോലും അതിന് മുൻപ് തന്നെ ആളുകൾ എഡിറ്റർ എന്ന നിലയിൽ തന്നെ നോട്ടീസ് ചെയ്യുന്നു. ഈ ഒരു എഡിറ്റർക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്ക് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ അത്തരം ഒരു സെലിബ്രേറ്റഡ് മോഡിലേക്ക് താരതമ്യേന കുറച്ചുകൂടെ അധികം വരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഡിറ്ററായിട്ട് മാത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തൊന്നും ഞാൻ ലൈം ലൈറ്റ് ആഗ്രഹിച്ചിരുന്നില്ല ഒരു രീതിയിലും. അതായത് ഇപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിൽ വന്നിട്ട് എഡിറ്റേഴ്സ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അതിൽ പരാതി പറയുകയോ എനിക്കൊരു സെൽഫായിട്ടൊരു പരാതി തോന്നുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അതൊരു ടോട്ടലി അതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക താഴത്തെ ലെയറിൽ നിൽക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പം മ്യൂസിക് പോലെ നമുക്കത് ആസ്വദിക്കാൻ ഫസ്റ്റ് ലെയറിൽ ആസ്വദിക്കാൻ പറ്റില്ല. സിനിമാറ്റോഗ്രഫിയുടെ വിഷ്വൽസ് പോലെ നമുക്ക് ഫസ്റ്റ് ലെയറിൽ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് അതിനെ കൂട്ടിച്ചേർത്തിട്ട് നമ്മളാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നല്ല വർക്കുകളൊക്കെ ഞാൻ പറഞ്ഞ എഡിറ്റർ എന്നുള്ളതിനേക്കാൾ എഡിറ്റിംഗ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതല്ലാതെയും നമ്മുടെ വേണ്ടപ്പെട്ട ഇപ്പോൾ ചമനൊക്കെ ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള എഡിറ്ററാണ് ഇവിടെ. ഞാൻ ഏതോ ഒരു ട്രെയിലർ എനിക്ക് ഏതാണെന്ന് ഓർമ്മയില്ല, ഫോർ ചമൻ ജാക്കോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ഒരു സിനിമ ഒരു എഡിറ്റർക്ക് വേണ്ടി കാണുന്ന ലെവലിലേക്ക് ചമന് വേണ്ടി കാണുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ സക്സസ് അത് ഭയങ്കരമായിട്ടും.
യെസ്. ഈ മോഹൻലാലിൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ട് കൂടെയാണല്ലോ എനിക്ക് തോന്നും സിനിമ റിലീസ് ആവുന്നത് വരെ വളരെ അണ്ടർടോൺഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ആഘോഷം എന്നുള്ളതിനപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് അറിയാം, പ്രത്യേകിച്ചും ഫാമിലി ഓഡിയൻസിനെ അറിയാം മോഹൻലാൽ പടം വരുന്നു, അതിന് കാണണം എന്നുള്ള ഒരു അർജ് അവിടെ തന്നെ ഉണ്ടാവുകയാണ്. അതിൻ്റെ കൂടെ സംഗീതത്തിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടെ വന്നിട്ട് അത് വലിയ രീതിയിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതെ തന്നെ അത് പ്രൊമോട്ടഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? സിനിമ ഇപ്പോൾ കുഞ്ഞു സിനിമയാണ്, ഭയങ്കര ഫീൽ ഗുഡായിട്ടുള്ള ആളുകൾക്ക് ആ ഓരോ മൊമെൻറ്റ്സാണ് ഇതിൽ ടേക്ക് അവേ ആയിട്ട് നമ്മൾ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇതിലുള്ള ഈ കുഞ്ഞു കുഞ്ഞ് മൊമെൻറ്റ്സും ഇമോഷൻസുമാണ് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ട്രെയിലർ പോലും ഇപ്പോൾ വന്നപ്പോൾ അനൂപേട്ടൻ എഡിറ്റ് ചെയ്ത്, അനൂപ് സത്യം അനൂപേട്ടൻ എഡിറ്റ് ചെയ്യുമ്പോൾ അനൂപേട്ടൻ പറഞ്ഞിരുന്നത് ഒരു മൊമെൻറ്റും ഇടാൻ പറ്റുന്നില്ല, കാരണം ആ മൊമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സർപ്രൈസ് പോവും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ സിനിമയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അത് മോഹൻലാൽ എന്ന് പറയുന്ന പേരാണ് പ്രൊമോഷൻ. എവിടേക്കോ ഞാൻ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ടീസർ ഞാൻ അതിന് മുമ്പൊക്കെ കണ്ടിരുന്നു, ഇങ്ങനെ കണ്ടുപോയി. ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ റീൽസ് ഇങ്ങനെ റീസൺ ഫോർ വാച്ചിങ് ദിസ് മൂവി മോഹൻലാൽ സംഗീത് കോംബോ എന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞാനിതിലെങ്ങനെ ഇവിടെ ഞാനെന്തിനാ എന്ന് തോന്നിയിരുന്നു. അത് ഭയങ്കര ഇപ്പോഴും നമുക്കിപ്പോൾ ഒരു മൾട്ടിപ്പിൾ ആൾക്കാർ പറയുമ്പോൾ മനസ്സിലാവും, ഓ ഇതൊരു മോബിൻ്റെ ആഗ്രഹമാണ്, തോട്ടാണെന്നുള്ളത്. അപ്പം ഇപ്പോഴും ഓരോന്ന് വരുമ്പോഴേക്കും കുറേ റീൽസ് വരിക, എന്ത് കണ്ടൻറ്റ് വരുമ്പോഴേക്കും ചെറുതായിട്ടുള്ള ഞങ്ങളുടെ കട്ടുകൾ വരിക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എവിടെയോ ഈ കോംബോ ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന്, അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പം അതിൽ ലാലേട്ടനോടുള്ള ഇത്രയും വലിയ സ്നേഹത്തിൽ നമ്മളോടുള്ള സ്നേഹം കൂടി ചേർക്കുന്നതിൽ ഭയങ്കര സന്തോഷം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള കോമ്പിനേഷൻ സീനുകളിൽ ഇപ്പം ഒരു ട്രെയിലറിൽ തന്നെ വന്ന ലോങ് ഡയലോഗ് മോഹൻലാൽ പറയുന്നു, വളരെ ലൈറ്റായിട്ട് സംഗീതത്തിന് മറുപടി കൊടുക്കുന്നു. നമുക്കത് വളരെ നാച്ചുറലായിട്ടാണ് ഫീൽ ചെയ്യുക, ലൈക്ക് സ്പോണ്ടേനിയസ് ആണ് കുറച്ചുകൂടെ. സംഗീതത്തിൻ്റെ കൗണ്ടറുകളാണെങ്കിലും ഒക്കെ സംഗീതത്തിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇത് ഇത്ര ലൈറ്റായിട്ട് പോകണം, ഇത്ര മീറ്റർ വേണം എന്നുള്ളൊരു പിടിക്കുന്ന എവിടെയാണ്? ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ട്രെയിൻഡ് ആക്ടർ അല്ല. അപ്പോൾ ഇപ്പോഴും എൻ്റെ അടുത്ത് ഷമീർക്ക് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഭയങ്കര ഋതുള്ള ആക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തുടങ്ങിയിരുന്ന് ആലോചിച്ചോളൂ, എന്താണോ ഇത് പറയാനുള്ള റീസൺ, എവിടെയാണ് എൻ്റെ ഋതം കിടക്കുന്നത്, അത് ട്വീക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാമല്ലോ ഇനി അങ്ങോട്ട്. അപ്പോൾ എനിക്കതിപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ജെന്യുവൻലി പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുന്നത് ടെക്സ്റ്റിലാണ് കൂടുതലും. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ അതിൽ തന്നെ ഫണ്ണൊക്കെയാണ് സിനിമയെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചും കൂടി വേറൊരു പരിപാടിയിൽ ഇത് പറയുമ്പോൾ ഫണ്ണ് കിട്ടും എന്ന് തോന്നും നമുക്ക്. എഴുത്തിൽ അവരെഴുതുമ്പോഴുള്ളതിനേക്കാൾ നമുക്കൊരു അതിൻ്റെ ഈ നേരത്തെ പറഞ്ഞൊരു സ്വാഭാവികത ചിലപ്പോൾ ഭയങ്കര രസമായിരിക്കും എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് എൻ്റേതായിട്ടുള്ളൊരു ലാംഗ്വേജിലേക്ക് ഇതിനെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ടെക്സ്റ്റിലാണ് കൂടുതൽ പണിയെടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൃദയപൂർവ്വം ഹെൽപ്പ് ചെയ്ത സിങ് സൗണ്ട് ആയിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ സിങ് സൗണ്ടിൽ ഞാൻ നോർമലി ഇപ്പോൾ ഉള്ള എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് പനിയും വന്നു. പനിയും സിങ് സൗണ്ടും ഭയങ്കര മറ്റേ നമ്മൾ മെച്ചുവേർഡ് ഡബിങ് ഇതൊക്കെ കാണുന്ന പോലെയാണ് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത്. അതിൻ്റെ റീസൺ പനി ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ രസം ഉണ്ടാവും എന്ന് തോന്നുന്നു. സിങ് സൗണ്ടിൻ്റെ രസം ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. ഈ ടെക്നിക്കാലിറ്റികളിൽ കോൺഷ്യസ് ആണോ? പ്രത്യേകിച്ച് ഇപ്പം ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്ത് വന്ന ആക്ടറിലേക്ക് മാറല്ലേ? അല്ലാന്ന് മാത്രല്ല, എൻ്റെ അടുത്ത് ഈ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകളിലൊക്കെ ടെക്നീഷ്യൻസ് തന്നെ പെണുങ്ങും, നീ ഒരു എഡിറ്റർ അല്ലേ, നിനക്ക് ഇത് ശ്രദ്ധിച്ചുകൂടെ എന്ന് പറയും. കാരണം നമ്മൾക്കിപ്പോഴും ഈ പറഞ്ഞ പോലെ ഹാക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എനിക്കിത് എത്രത്തോളം ഓർഗാനിക് ആക്കാൻ പറ്റണം എന്നുള്ള ആ ഡ്രൈവിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മുഴുവൻ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ടേക്കൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ തൊട്ട് മുമ്പിലത്തെ ഡയലോഗിൽ നിന്ന് തുടങ്ങിയാൽ മതിയാവും. പക്ഷേ എനിക്കതിൻ്റെ ആ ഒരു ഓർഗാനിക് ഫ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ തുടങ്ങേണ്ടി വരും. അപ്പോൾ അത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി പാടായിരിക്കും, ടെക്നീഷ്യൻസിന്, പ്രത്യേകിച്ച് DOPക്കും ഡയറക്ടർക്കും ഒക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ചുകൂടെ എന്ന്. ഞാൻ ഒരു രീതിയിലും അത് നോക്കാറില്ല. കാരണം ആ നമ്മളുടെ ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും ഔട്ട്സൈഡ് വേൾഡ് കട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ എന്ത് പറയുന്നു എന്നുള്ളതിൽ മാത്രമാണ് കോൺഷ്യസ്.
അതിലെന്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ അടുത്തതിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ടെമ്പോയിൽ റിപ്ലൈ കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കത് ലിസൺ ചെയ്യാൻ പറ്റില്ല. ആ ലിസണിങ് നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അടുത്ത ആൾ പറയുമ്പോൾ ഉള്ള എന്താണെന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ലിസണിങ്ങിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് വേൾഡ് ടോട്ടലി കട്ട് ചെയ്യും. കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ തിരിച്ചുകൊണ്ട് കേട്ടോ, ഈ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റ് അവിടെ വീണ് കഴിഞ്ഞാൽ എൻ്റെ കോൺഷ്യസ് പോവുകയും ചെയ്യും. തിരിച്ച് ആ പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ആ ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് സ്റ്റക്ക് ആവോ? ഇപ്പോൾ പെട്ടെന്ന് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും വരുന്ന സമയത്ത് വരും. ഞാനതാ പറഞ്ഞ, ഒരു പ്ലേറ്റ് ഒക്കെ വീഴുമ്പോൾ ഞാൻ സ്റ്റക്ക് ആവും. അല്ലെങ്കിൽ പെട്ടെന്ന് കുറേ ആൾക്കാർ ഒരു, അതായത് ഓൾറെഡി അവിടെ കുറേ ക്രൗഡ് സംസാരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഇപ്പം നേരത്തെ എന്തോ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ക്യാമറമാനിലേക്ക് നോക്കിയപ്പോൾ ഞാൻ സ്റ്റക്കായി എന്ന് പറയണ പോലെ അതൊരു പ്രശ്നമാണ്. അപ്പം അത് ടെക്നിക്കാലിറ്റി മനസ്സിലാക്കി തുടങ്ങും. അപ്പം ഞാൻ അതൊരു കുറവായിട്ട് തന്നെ കേട്ടോ പറയണം ഒരു രീതിയിൽ. കാരണം ഇപ്പോൾ ലാലേട്ടനെയൊക്കെ പോലുള്ളവർ അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ പാറ്റേൺ തന്നെ ഫിലിമിൽ ഷൂട്ട് ചെയ്താണ് സത്യൻ സാറൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന അവരൊരു സിംഗിൾ ഷോട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ അതൊരു ഒറ്റ ഷോട്ടിൽ തുടങ്ങി അവിടെ അവസാനിക്കുള്ളൂ. അതല്ലാത്തൊരു രണ്ടുപേര് ഓപ്പോസിറ്റ് ഇരുന്നൊരു കോൺവെർസേഷൻ സീനാണെങ്കിൽ ഇവർ കട്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പുതിയ ലേണിംഗ് ഉള്ളൊരു സിനിമയായിരുന്നു. ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലാലേട്ടൻ്റെ ഡയലോഗ് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിർത്തി അടുത്ത എൻ്റെ അതിനുള്ള കൗണ്ടറാണ് ഞാൻ പിന്നെ പറയുന്നത്. അതാണ് പ്രോസസ്സ്. അതല്ലാതെ നമ്മൾ സാധാരണ പറയണ പോലെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും, തിരിച്ചിവിടെ വന്നിട്ട് ചന്ദ്രയുടെ റിയാക്ഷൻസ് എടുക്കുന്നുള്ളതല്ല. കട്ടാണ് എല്ലാത്തിലും. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ എടുക്കുമെങ്കിൽ പോലും അവിടെ ഇന്ന ഒരാൾ ലാലേട്ടനെ കളിയാക്കുമ്പോൾ സൈഡിൽ നിന്ന് ഞാൻ ചിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇത് മറ്റേ ഡയലോഗിൻ്റെ റിയാക്ഷൻ ആട്ടോ എന്നുള്ളതായിരിക്കും. അപ്പോൾ അവർ ഭയങ്കര പ്ലാൻഡാണ്, കറക്റ്റ് കട്ട് ടു കട്ട് അങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിലറിൽ ആ ഫസ്റ്റ് സീനൊക്കെ പോലെ ലോങ് ടേക്സാണ് എനിക്ക് കംഫർട്ടബിൾ. കാരണം ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മളുടെ ഓർഗാനിക്കലി പോകാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കുറേ സീക്വൻസസും ഉണ്ട്. ഈ പറഞ്ഞ പോലെ സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോംബോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പം ആ ഒരു സെറ്റിലേക്ക് വരുന്നത് തന്നിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ഈ ഫസ്റ്റ് കോള് എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യം മെസ്സേജാണ് വരുന്നത്. അഖിൽ സത്യനാണ് മകൻ മെസ്സേജ് അയക്കുന്നത്. ഇങ്ങനെ പടത്തിലുണ്ട് ഒരു, ഞാനപ്പോൾ തുടരും ചെയ്യുന്നത് തന്നെ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഡെസ്പ് അടിച്ചാണ് തിരിച്ചു പോകുന്നത്. ഉണ്ട്, പക്ഷെ എന്നിട്ടും അതാ കറക്റ്റ് ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് വേറൊരു, ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലെ ലാലേട്ടനായിരുന്നില്ല ഞാനുള്ള ദിവസത്തിൽ തുടരുമില്ല ലാലേട്ടൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളും ഒരു ദിവസമാണ് കോമ്പിനേഷൻ സീനുള്ളത്. ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ള എൻ്റെ ഓർമ്മ, 1 or 2. അപ്പോൾ ലാലേട്ടൻ്റെതായിട്ടുള്ള സ്പേസിലാണ്. അപ്പോൾ എനിക്ക് മര്യാദക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതാണെന്ന് അവർ പറഞ്ഞു. പ്രേമിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രേമിൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഹൃദയപൂർവ്വത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ തുടങ്ങി രാത്രി വരെ ഷൂട്ട് കഴിയുന്ന ആ മൊമെൻറ്റ് പാക്കപ്പ് വിളിക്കുന്നത് വരെ ലാലേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആളങ്ങനെ ക്യാരവനിൽ പോക്കൊന്നുമില്ല. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഫുൾ ടൈം സെറ്റിൽ തന്നെ ഉണ്ടാവും. ഫുഡ് കഴിക്കാൻ ഉള്ള പോക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ നിന്നുണ്ടായൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാൻ അതിലാണ് ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാനതാണ് ഈ ഓരോ ഇൻ്റർവ്യൂ പോയിട്ട് ഇതിന് എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എനിക്ക് കിട്ടുമെന്ന് പോലും അറിയില്ല. അതാണ് ഇപ്പോഴും ലാലേട്ടൻ എന്താ പറയുക, ഞാൻ ഓർക്കണേനേക്കാളും കൂടുതൽ നമ്മൾ ഓർക്കണ്ടാവും എന്ന് പറയുന്ന പോലെയാണ്. അദ്ദേഹത്തിന് ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. എനിക്ക് പാക്കപ്പ് കഴിയുമ്പോൾ അറിയാം, ബാക്കി ഞങ്ങൾ സിനിമയൊക്കെ കഴിയുമ്പോൾ ഞാൻ ആലോചിക്കണ്ടോ ഇവർ ഇനിയും വിളിക്കാം, കോണ്ടാക്റ്റിലിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാം. പക്ഷെ ഇതെനിക്ക് പോകുമ്പോഴേ അറിയാവൂ ഇതൊരു ഫെയറി ടെയിലായിരുന്നു, അതിലൊരു ചാപ്റ്ററായിരുന്നു. അവിടെ വന്നു സത്യൻ സാറിൻ്റെയൊക്കെ കുറേ കഥകൾ കേൾക്കുന്നു, എക്സ്പീരിയൻസ്. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. കുറേ എക്സ്പീരിയൻസ് ഉള്ള ബയോപിക്കുകൾ വായിക്കുന്ന പോലെ ഇവരുടെ കുറേ കഥകൾ കേൾക്കുന്നു. സിദ്ദിഖ് കഥ പറയുന്നു, ലാലേട്ടൻ കഥ പറയുന്നു. ഈ കഥകളായിരുന്നു അവിടെ. ഞാൻ പടത്തിൻ്റെ റിസൾട്ടിനേക്കാളും എന്നെ ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആക്കുന്നത് ആ പ്രോസസ്സാണ്, ഈ സിനിമയിൽ പ്രത്യേകിച്ചും. ഇതിനകത്ത് മുൻപ് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ സമയത്ത് തന്നെ പനി പിടിച്ച സമയത്ത് വന്നിട്ട് ലാലേട്ടൻ്റെ ആ ഒരു ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുള്ള ഒരു സംഗതി, എങ്ങനെയെങ്കിലും അത് അനുഭവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു മൊമെന്റ് ആയിരുന്നു. യുവർ ഫേവറേറ്റ് മൊമെന്റ് വിത്ത് മോഹൻലാൽ ഏതായിരിക്കും ഹൃദയപൂർവ്വത്തിൽ?
അത് തന്നെയായിരുന്നു. അതാണ് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടും ഇമോഷണലായിട്ടും തോന്നിയത്. അതാ തലോടൽ എന്നുള്ളതിനേക്കാൾ ലാലേട്ടൻ അത് ആ സമയത്ത് ചെയ്യുക. എനിക്കൊരു കുഞ്ഞിപ്പനി വന്നു, അപ്പോൾ അതാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ശരിയ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ലേ, എപ്പോഴും സൈഡ് ബെഞ്ചിലിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്കും പനി വന്ന് പോയി കഴിയുമ്പോൾ നമുക്കൊരു പിന്നൊരു അന്ന് വൈകുന്നേരം വരെ ഒരു മിസ്സിങ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അതായിരിക്കണം. അല്ലെങ്കിൽ ലാലേട്ടൻ അവിടെ നിന്ന് ഷൂട്ടിൻ്റെ ഇടയില ലാലേട്ടൻ്റെ സീൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുക, ഞാനും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് നിന്ന് ഇത് സംസാരിക്കുന്നു. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആ മൊമെൻ്റ് എന്നെ തലോടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയണ, ഭയങ്കര മൊമെൻറ്റ്സ് ആയിരുന്നു എല്ലാ രീതിയിലും. ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ആസ് എ സ്റ്റാർ നമ്മൾ കണ്ടിട്ടുള്ളതും ഭയങ്കര ഇമോഷണൽ പരിപാടിയായിരുന്നു അത്. പ്രത്യേകിച്ച് ഇപ്പം മോഹൻലാലിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്, ഇപ്പം ആഫ്റ്റർ എമ്പുരാൻ ഒരു വലിയ ബൂം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് മോഹൻലാലിന് ഒരുപാട് സിനിമകൾ വരുന്നു, ഈവൻ ഒരു ആഡ് പോലും അത്രയും ചർച്ചയാവുന്നു. അങ്ങനെ ഒരു ഫേസിൽ കൂടെയാണ് മോഹൻലാലിൻ്റെ അടുത്ത സിനിമയും കൂടെ വന്നത്. ഈ ഒരു ഫീലില്ലേ മോഹൻലാൽ ടൈം എന്ന് പറയുന്നത്, അത് സംഗീതത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര പേഴ്സണലാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ ഫാനാണ് ഭയങ്കരമായിട്ട്. ആണ്, അതെ, എല്ലാവരും ആയിരിക്കും. എന്നാലും ഈ പറഞ്ഞ പോലെ അത് വളരെ ജെന്യുവിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ വരുന്നത് ഇവിടെ ഒരുമിച്ചായതിനു ശേഷമാണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അത് ഏറ്റവും പീക്ക് ലെവലിലേക്ക് പോകുന്നത് ഒരുമിച്ച് പരിചയപ്പെട്ടതിന് ശേഷമാണെന്ന് പറയാം. പലരും നമ്മൾ കേൾക്കാറില്ല, നമ്മൾ മറ്റേ അടുത്തറിയുമ്പോൾ വീടുടയുക എന്ന് പറയുന്നതിന് പകരം ഇവിടെ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം ഭയങ്കര അതൊരു ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളെ ട്രീറ്റ് ചെയ്തതിൻ്റെയൊക്കെയാണ്. അപ്പോൾ ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര കാമായിട്ട് കണ്ട് ഈ പറഞ്ഞൊരു സ്പിരിച്വൽ സൈഡുള്ള ആളാണ്. ഇപ്പോൾ തുടരും ഭയങ്കര സക്സസ് ആയിട്ട് അവിടെ നിന്ന് കോള് വന്നുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോരുത്തരും വിളിക്കുന്നു, ഇങ്ങനെ പറയുമ്പോൾ ലാലേട്ടൻ ദൈവമേ 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 ഈ എല്ലാ താങ്ക് യു പറയുന്നതിന് പകരം ലാലേട്ടൻ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു താങ്ക്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, ഏട്ടോ എങ്ങനെയുണ്ട് ഇപ്പോൾ ഫീലിംഗ്? നോർമൽ. ഞാനിപ്പോൾ ആലോചിച്ചു, ശരിയാണ്, എത്ര ബ്ലോക്ക് ബസ്റ്ററുകളും ഇൻഡസ്ട്രി ഹിറ്റൊക്കെ കണ്ടു. അപ്പോൾ എല്ലാം വളരെ നോർമലായിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകെട്ടുകളില്ലേ, ഇപ്പോൾ സംഗീതിൻ്റെ സിനിമകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഇപ്പം എല്ലാ സിനിമകളിലും വെൻ യു കം ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ബിക്കംസ് മോർ ഇൻറ്റൻസ് എന്നുള്ളൊരു ഫീല് ആളുകൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഈ സൗഹൃദത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് സംഗീതത്തിൻ്റെ ലൈഫിൽ, കരിയറിലും ലൈഫിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് അതാണ്. ഒരു സിനിമേനേക്കാൾ എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് ആളുകളുടെ സ്നേഹമാണ്. ഞാൻ ചെയ്യുന്ന പണീനേക്കാൾ, അത് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചെയ്യുന്ന പണീനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ആളുകളുടെ സ്നേഹം ആ ജോലി കൊണ്ടിട്ട് തിരിച്ച് കിട്ടുമ്പോഴാണ്. അപ്പം ഞാൻ ഭയങ്കര ലവ് സീക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ ഞാനതുകൊണ്ടാണ് ഈ പറഞ്ഞ ലാലേട്ടൻ ഈ പറഞ്ഞ മൊമെൻറ്റ്സൊക്കെ ഇരുന്ന് എല്ലാ ഇൻ്റർവ്യൂവിലും വന്നിരുന്ന് പറയുന്നതും. എനിക്ക് ഈ മമിതേനെ പറ്റിയിട്ടും നെസ്ലിനെ പറ്റിയിട്ടും മാത്യുവിനെ പറ്റിയിട്ടും അർജുൻ ചേട്ടനെ പറ്റിയിട്ടും ഗിരീഷ് ചേട്ടനെ പറ്റിയിട്ടും വിനോദ് ചേട്ടനൊക്കെ പറ്റി ചോദിക്കുമ്പോൾ ഒരുപാട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ്. എനിക്കൊരു പ്രൊഫഷണലി ഒരു വരിയിൽ അവരെൻ്റെ നല്ല ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരെ പറ്റി ചോദിക്കുമ്പോൾ. ഇവരെല്ലാവരും ഇപ്പം നിൽക്കുന്ന ഒരു ഫേസ് ഈ പറഞ്ഞതുപോലെ ലൈക്ക് ഒരുപാട് വിജയത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം നെസ്ലിൻ്റെ പടങ്ങളാണെങ്കിലും ശരി, മമിത ഈസ് കമ്മിറ്റിംഗ് ലോഡ് ഓഫ് മൂവീസ് വിത്ത് ലോഡ് ഓഫ് സ്റ്റാർസ്. അങ്ങനെ വളരെ തിളക്കമുള്ളൊരു സമയത്താണ്. അപ്പം ഈ ഒരു ഫേസിൽ ഫ്രം ലൈക്ക് നിങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് അത്രയും ആ സ്ട്രഗിളിൽ നോട്ടീസ് ചെയ്യപ്പെടാതെ ഇരിക്കുന്ന സമയത്ത് നിന്ന് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തിയ ഒരു ട്രാവല്, അവിടെയൊക്കെ നിങ്ങൾ ഒന്നിച്ചാണ്. പലപ്പോഴും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലാണെങ്കിലും താഴെ വരുന്ന കമൻസിലാണെങ്കിലും നിങ്ങളെല്ലാവരും പരസ്പരം ചേർത്ത് വെക്കുന്ന ഒരു ഫീലുണ്ട്. ഈ ഒരു ബോണ്ട് എങ്ങനെ കീപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം തൊട്ട് മുമ്പിലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. ഇവര് നമ്മുടെ കരിയറും പ്രൊഫഷണലും ആയിട്ടുള്ള ഫ്രണ്ട്സിൽ നിന്ന് മാറിയിട്ട് വളരെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരായി മാറുന്നൊരു പരിപാടിയായി മാറിയവർ. കാരണം ഞങ്ങളിപ്പോൾ സിനിമ അല്ല കൂടുതലും സംസാരിക്കണം, ഞങ്ങൾക്ക് പേഴ്സണലുള്ള പ്രശ്നങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ കുശുമ്പുകളൊക്കെയാണ് ഞങ്ങൾക്ക് കൂടും പറയാനുള്ളത്. അതേപോലെ തന്നെ കരിയറിലുണ്ടാവുന്ന പല ക്വസ്റ്റ്യൻസും പല
ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഒക്കെ വരുമ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടാവുക ഒരുമിച്ച് തന്നെയാണ് മിക്കപ്പോഴും ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എല്ലാവരുടെയും ഇഷ്യൂസിൽ എനിക്ക് മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ബാഡ് ഫേസ് ഇവർക്ക് ഉണ്ടായത് ആ സമയത്ത് ഞാനും അവിടെ പ്രസൻ്റ് ആയിരുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഓർമ്മ. ഇതിന് ശേഷം മമിതയുടെ കൂടെ ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു ആസ് ലീഡ് ക്യാരക്ടേഴ്സ് നിങ്ങൾ രണ്ടുപേരും. അത് പോസ്റ്റർ തന്നെ ഇസ് വെരി ലവ്ലി. ഫസ്റ്റ് ഒരു ചെറിയ ഗ്ലിംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെയാണ് ഷൂട്ട് തുടങ്ങായോ, എന്താണ് അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ? അത് ഡിനോയ് ചേട്ടനാണ്, അഗെയിൻ ഒരു ഫ്രണ്ട് തന്നെയാണ്. നമ്മൾ എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആ സിനിമ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സിനിമ ചെയ്യാൻ വരുന്നവരെ നമ്മൾ ക്ലോസ് ആക്കി പറ്റും എന്ന് പറയണ പോലെ. ഡിനോയ് ചേട്ടൻ എൻ്റെ ഭയങ്കര എന്താ പറയുക, ഒരു കുറേ നാളുകളായിട്ട് തണ്ണീർമത്തം തുടങ്ങിയ ഭയങ്കര അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ എത്ര വർഷമായി, 2019 6 വർഷമൊക്കെ ആയിട്ട് നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഒന്നാമത് ഞങ്ങൾ തമ്മിൽ 3 കിലോമീറ്റർ ഉള്ളൂ വീടിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഒരു നെയ്ബർ അടുത്തുള്ള എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഡിനോയ് ചേട്ടനാണ്. അതായത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഡിനോയ് ചേട്ടൻ്റെ ആണെന്ന് പറയുന്ന പോലെ ഫ്രണ്ട്സിൽ. അപ്പോൾ ഞങ്ങൾക്കും കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമകൾ, ഇപ്പോൾ പത്രോസ്, അത് നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ട് ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ട് ചെയ്യുന്നു, അത് പ്രതീക്ഷിച്ച പോലെ വന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി. ഞാൻ ഡയറക്ഷനായിരുന്നു പറഞ്ഞ് ഞങ്ങൾ അഡ്വാൻസ് ഒക്കെ കിട്ടി. ആ അഡ്വാൻസ് കൊണ്ട് കുറച്ചാൾ ഓടിയിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പെട്ടെന്നൊരു കരിയർ ഷിഫ്റ്റും ലൈഫും ഉണ്ടായത്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ, അപ്പോൾ ഡിനോയ് ചേട്ടൻ്റെ റൈറ്റിങ് ഈ പറഞ്ഞ എല്ലാ സിനിമകളിലും നമുക്ക് ഭയങ്കര ഫേവറേറ്റാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ചമനും തോമസും ഒക്കെ വായിക്കുമ്പോഴൊക്കെ ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസിലാണ് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഡിനോയ് ചേട്ടൻ്റെ വിഷനിൽ സിനിമ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിരുന്നു. പുള്ളി ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ സിനിമ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹം. കാരണം ഭയങ്കര ക്ലാരിറ്റിയിൽ മൊമെൻറ്റ്സും ഇമോഷൻസും കോമഡിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിനോയ് ചേട്ടൻ്റെ കോമഡി. അപ്പോൾ അത് കാണണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രേമൽ കഴിഞ്ഞപ്പോൾ ഈ സ്ക്രിപ്റ്റ് വന്നതും. നെസ്ലിനൊക്കെ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഒരു പോയിന്റിൽ എന്നിലേക്ക് വരികയായിരുന്നു. ഇത് തന്നെ ഇപ്പം ഞാനും വേറെ ആളെന്നുള്ള രീതി പ്ലാൻ ചെയ്തിട്ടുണ്ട്, മമിതയും വേറെ ആളെന്നുള്ള രീതി പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറേ കോമ്പിനേഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് പല പ്രൊഡക്ഷൻസും വന്നു പോയിട്ടുണ്ട്. ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പല റീസൺസും പ്രശ്നങ്ങളായി വന്ന് ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സമയത്തായിരുന്നു അത് കറക്റ്റായിട്ട് അത് ഓണായതും. ഇപ്പം ആ പോസ്റ്റർ നോക്കിയാൽ മനസ്സിലാവും, എല്ലാം ടോപ്പ് ടെക്നീഷ്യൻസും ബാനറുമാണ്. ആഷിഖ് ഉസ്മാൻ, ചമൻ, വിഷ്ണു ഗോവിന്ദേട്ടൻ മ്യൂസിക്, ഗോവിന്ദേട്ടൻ, അഖിലേട്ടൻ ക്യാമറ, അഖിൽ ജോർജ്. അപ്പോൾ മറ്റേ ഡ്രീം ടീം. നമ്മളെന്താഗ്രഹിച്ചോ ഫസ്റ്റ് പോയിന്റിൽ ഞാനും അവളും ചെയ്യണം എന്നായിരുന്നു ഡിനോയ് ചേട്ടൻ്റെ ആഗ്രഹം. അതങ്ങനെ തന്നെ വരുന്നു. ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു പടം. അപ്പോൾ അതിനകത്തൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൊമാൻസ്, ഈ പറഞ്ഞ റോംകോമാണ് എന്നുള്ളത്. അപ്പം ഞങ്ങൾ പേഴ്സണൽ ലൈഫിൽ കുറച്ചും കൂടി ബ്രദർലി അപേക്ഷനൊക്കെ ഉള്ള ആൾക്കാർ. അപ്പം ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് പിന്നെ ഉണ്ടായില്ല, അവൾക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ പക്ഷേ ആ സിനിമ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഒരു കോമ്പിനേഷൻ ഫ്രണ്ട്ഷിപ്പിലാണ്. ഞാനും നെസ്ലിനും, അല്ലെങ്കിൽ ഞാനും മാത്യു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനും ലാലേട്ടനും ഇതൊക്കെ പറയണ പോലെ ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ അവരുടെ ഒരു കുഞ്ഞു സിനിമ, ആ കോമ്പിനേഷനിൽ പോയാണ് ലാസ്റ്റ് ഒരു ഇമോഷനിലേക്ക് എത്തുന്നത്. അപ്പം ഞങ്ങൾ ആലോചിച്ചു അവിടം വരെ ഈസിയാണ്, കുറച്ച് സീനിൽ മാത്രം ഒന്ന് പണിയെടുത്താൽ മതി എന്ന് പറയണല്ലേ. അങ്ങനെ തീരുമാനിച്ചിട്ട് ആ കോൺഫിഡൻസിൽ, ആ സിനിമയുടെ ജെന്യൂനിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ ഭയങ്കര രസമുള്ള റൈറ്റിംഗ് ആണ്. ചെറിയ പടമാണെങ്കിലും ഭയങ്കര രസമുള്ളൊരു പടമായിരിക്കും തോന്നുന്നു. ഓക്കെ, ഈ മമിതയുടെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിക്കണം എന്നായിരിക്കും. എപ്പോഴും ഞാൻ കമൻറ്റുകളിലൊക്കെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. മമിതയുടെ ഇപ്പോഴത്തെ ഒരു ഫേസ് ഉണ്ടല്ലോ, ലൈക്ക് സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ആളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ലൈക്ക് ജനനായകനിൽ വരെ വലിയ റോൾ വരുന്നു, സൂര്യയുടെ നായികയാവുന്നു. ഈ ഒരു ഫേസിൽ ലൈക്ക് നിങ്ങൾ ഓഫ്കോഴ്സ് നിങ്ങൾ തമ്മിൽ മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. വാട്ട് ഈസ് യുവർ ഫീലിംഗ് അബൌട്ട് ദിസ് ജേർണി, മമിതയുടെ ഒരു ജേർണി? അവളും ഇതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഭയങ്കര ലൈം ലൈറ്റിലുള്ള ഭയങ്കര സന്തോഷമുള്ള മൊമെൻറ്റ്സ് മാത്രം. പക്ഷേ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ കുറേ ഇൻസെക്യൂരിറ്റീസിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടും സെൽഫ് ഡൗട്ട് ചെയ്തും അല്ലെങ്കിൽ
സ്ട്രഗിൾ ചെയ്തുമൊക്കെ തന്നെയാണ് അവൾ. എനിക്ക് ഭയങ്കര സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഒരു ക്യാരക്ടർ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് അടുത്തതിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ അവൾ ഇങ്ങനെ 3 സിനിമകളൊക്കെ ഒരേ സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം 3ലും എനിക്കറിയാം 3 ക്യാരക്ടേഴ്സും 3 വൈബുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ 3 സിനിമകളൊക്കെ അറ്റ് എ ടൈം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പരിപാടി കയ്യിൽ വേണം. അപ്പം പക്ഷെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ, വേറെയും കുറേ. ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുക, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ആക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പണി എന്ന് പറയുക ഡേറ്റ് ഹാൻഡിൽ ചെയ്യലെന്ന് തോന്നുന്നു നമുക്ക് ചില സമയത്ത്. ബാക്കി എല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ ഈ ഡേറ്റ്സ് പിടിക്കാന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവൾ ഭയങ്കര എന്താ പറയുക, ഇത്രയും നല്ല പ്രൊജക്റ്റുകൾ വരുമ്പോൾ അത് വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ അത് പക്ഷെ മാനേജ് ചെയ്തു. ഇപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു കറക്റ്റ് ഭയങ്കര പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആ സിനിമകളാണ് സംസാരിക്കേണ്ടത്. ആ സിനിമയിലും കുറേ പരിപാടികൾ എനിക്കറിയാം. ഇപ്പോൾ ഒരു സീനൊക്കെ കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളും ഈ ഓണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുക എന്നുള്ളതായിരിക്കും പ്രൈമറി തിങ്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ പത്രം തുറന്നിട്ട് ഇന്ന് ഏത് ചാനലിൽ ഏത് പടം വേണം എന്നുള്ള പ്ലാനിങ് ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് വാട്ട് ഈസ് യുവർ സ്പെഷ്യൽ ഫീലിംഗ് അബൌട്ട് ഓണം? സിനിമയുടെ അപ്പുറത്തേക്ക് സദ്യ. എനിക്ക് സദ്യയാണ് മെയിനായിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും എപ്പോഴും കഴിക്കുന്ന ഫേവറേറ്റ് ഫുഡ്സ് വേറെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന ഒരു ഫുഡാണ് സദ്യ. അപ്പോൾ അത് അന്നത്തെ ദിവസം അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ബാക്കി പൂക്കളിടലൊക്കെ ഞങ്ങൾ ഭയങ്കര അധികം ഭംഗിയില്ലാത്ത പൂക്കളിടുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഞാനിങ്ങനെ വന്ന് രാവിലെ തന്നെ കാണുമ്പോൾ എന്ത് പൂക്കളോണെന്ന് ആലോചിച്ചിട്ടാണ് പുറത്തോട്ടിറങ്ങാറ്. അപ്പോൾ ആകെ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത് സദ്യ മാത്രമാണ്. ഇനി പറഞ്ഞാൽ ഭയങ്കര ഇതുപോലത്തെ വലിയ സ്ഥലത്ത് കുറേ ആളുകൾ ഇരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് സിനിമ രാപ്പകലിൽ മാത്രം കണ്ടിട്ടുള്ള പരിപാടിയാണ്. ഞാൻ അച്ഛനമ്മ ഇപ്പം അവളും അങ്ങനെയാണ് ഞങ്ങളുടേത്. അമ്മയും തട്ടിക്കൂട്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾക്ക് സ്നേഹമായിട്ട് തന്ന്. അപ്പം അമ്മയുടെയും നോണൊക്കെയാണ് അടിപൊളി. ഞങ്ങൾ വിഷുവും ഓണത്തിനൊന്നും നോൺ ഉണ്ടാവില്ല വീട്ടിൽ. അപ്പം അന്നത്തെ ദിവസം അമ്മയുടെ പരിപ്പും നെയ്യൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഏറ്റവും ഫേവറേറ്റ് മെമ്മറി എന്തായിരിക്കും ഓണത്തിന്റെ? ഫോർ ഓണം എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, റിയലി സോറി. ശരിയാണല്ലോ, ഞാൻ കഴിഞ്ഞ വർഷം ഞാനും മാളും ഒക്കെ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ. അപ്പോൾ അതാണ് ഓർമ്മയുള്ളത്. അതപ്പോൾ എനിക്കൊരു ഷർട്ട് ഉണ്ടായിരുന്നു. ആ ഷർട്ട് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് ഇടില്ല എന്നും പറഞ്ഞിരുന്ന് അത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ആൾക്കാരൊക്കെ ഈ ഷർട്ടോടെ കിട്ടുന്നത് ചോദിച്ച് അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണം ആ ഫോട്ടോഷൂട്ടായിരുന്നു ഏറ്റവും ഭംഗിയുള്ളൊരു ഓർമ്മ. ഈ ഓണത്തിന് സ്പെഷ്യലാണ്. ഓഫ് കോഴ്സ് മോഹൻലാൽ പടം വരുന്നു, അത് വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നു. ഇതിൽ ഫാമിലിയുടെ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമല്ലോ. വാട്ട് ഈസ് ദെയർ ഫീലിംഗ്? അവരുടെ ത്രൂ ഔട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് അവർ ത്രൂ ഔട്ട് നിന്നിട്ടുള്ളത്. ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഓണത്തിന് അവരുടെ ഒരു ഫീലിംഗ് എന്താണ്? എൻ്റെ കരിയർ പരമായിട്ട് പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ ചെറുപ്പം തുടങ്ങി എന്നെ ഈ പറഞ്ഞ കലോത്സവത്തിലൊക്കെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു. അതായത് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സെക്കൻഡറി ആയിരുന്നു. വീട്ടിൽ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒക്കെയാണ്, പിടിച്ചു പോയാൽ മതി, അതിനെപ്പറ്റി സംസാരിക്കലേ ഇല്ല. പക്ഷെ കലോത്സവങ്ങളും പരിപാടികളിലൊക്കെ നമ്മളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരിട്ടിട്ടുള്ള എഫേർട്ട് ഭയങ്കര വലുതാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ഇപ്പോഴും അമ്മയും അച്ഛനും ഭയങ്കര അവരുടെ ലൈഫ് റിവോൾവ് ചെയ്യുന്നത് ഇതിലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ വേറൊന്നുമല്ല, ഇത് മാത്രം. എൻ്റെ സിനിമ എന്താണ്, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എന്താണ്, എൻ്റെ സിനിമ ഇറങ്ങുമ്പോഴുള്ള റിസൾട്ട് എന്താണ്. അപ്പോൾ അച്ഛനൊക്കെ സംബന്ധിച്ച് അച്ഛൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അച്ഛൻ്റെ ചെറുപ്പം തുടങ്ങിയ സത്യൻ സാറിനെ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനിവിടെ അവരുടെ കൂടെ ഇത് ചെയ്യുമ്പോൾ, അഭിനയിക്കുമ്പോൾ അച്ഛൻ ഇസ് ലൈക്ക് അച്ഛൻ്റെ ലൈഫിന് ഒരു കംപ്ലീഷൻ കിട്ടിയ പോലെയാണെന്ന് എനിക്ക് സംസാരത്തിൽ നിന്ന് തോന്നാറുണ്ട്. അത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴും ഇതുപോലെ കഴിഞ്ഞപ്പോൾ വന്നിട്ട് അച്ഛൻ സാധാരണ എന്തെങ്കിലും 2 അടിച്ചാലൊക്കെയാണ് കുറച്ച് ഇമോഷണലായി കണ്ടിട്ടുള്ളൂ ഞാൻ ജീവിതത്തിൽ. അല്ലാണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു 1-2 വട്ടമേ കണ്ടിട്ടുള്ളൂ. അന്നിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് രാവിലെ അച്ഛൻ ബാങ്കിലിരിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിലും ഒരു രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല.
ഇങ്ങനെ ഒരു അവാർഡ് വരുന്നു എന്നുള്ളത്. ഞാനും വൈഫും കൂടി ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കിടപ്പില്ല, മറ്റേ റൊമാൻസിൻ്റെ ഇടയിലത്തെ ആക്സിഡൻറ്റിൽ. അപ്പോൾ എനിക്ക് മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ എന്നാലും പയ്യെ 10 ദിവസം കഴിയുമ്പോൾ റെസ്റ്റൊക്കെ നമ്മൾ ഉടായിപ്പ് കാണിച്ച് തുടങ്ങുമല്ലോ. പയ്യെ എണീക്കും, പയ്യെ നടക്കാനൊക്കെ തുടങ്ങും. എനിക്ക് പക്ഷെ കടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റില്ല എന്നുള്ളൂ. എണീക്കലും മൂവിങ് ഒക്കെ വലിയ കുഴപ്പമില്ല. ശരിക്കും റെസ്റ്റാണ്. എന്നാലും ഒരു മൊമെൻറ്റിൽ എനിക്കിങ്ങനെ കുറച്ച് കൺഗ്രാറ്റ്സ് വരികയാണ്. അപ്പം ഞാൻ കൺഗ്രാറ്റ്സ് തന്നെ അവർക്ക് വൈ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. അപ്പം ഇത് സ്റ്റേറ്റ് അവാർഡാണെന്ന് തന്നെ തോമസ് വിളിച്ചു പറയുന്നത്, റൊമാൻസിൻ്റെ റൈറ്റർ. ഞാൻ നേരെ മുകളിൽ നിന്ന് ഈ റെസ്റ്റൊക്കെ മറന്ന് ഓടി സ്റ്റെപ്പിലേക്ക് ഒരു അമ്മ തുടച്ചുകൊണ്ടിരിക്കുക. അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് സ്റ്റേറ്റ് അവാർഡ്. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ മറ്റേ നമ്മളെന്തോ വണ്ടി ഇടിച്ചു എന്ന് പറയണ പോലത്തെ ഒരു റിയാക്ഷനായിരുന്നു. അത്രയും ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ആയിരുന്നു. എന്നിട്ട് അച്ഛനും ഇതുപോലെ, അപ്പം ഞങ്ങൾക്ക് അച്ഛനെ അറിയിക്കണം. അച്ഛനാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. അച്ഛനെ അറിയിക്കാൻ ഒരു മാർഗ്ഗമില്ല. അച്ഛൻ ബാങ്കിൽ പോയിക്കുക. എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ ഇതുപോലെ വന്നൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സ്കൂട്ടറിൻ്റെ അകത്തുനിന്ന് ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോഴേക്കും അച്ഛൻ അറിഞ്ഞാന്ന് വെച്ചപ്പോൾ ഞാനിവിടെ ബാങ്കിലിരിക്കുമ്പോൾ ബാങ്കിലെ ടി വിയിൽ ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡ് മികച്ച എഡിറ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മൊമെൻറ്റ് ഭയങ്കര ഭാഗ്യമുണ്ട് ഇത് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ആലോചിച്ചു. അത് വീട്ടിലാണെങ്കിൽ വേറൊരു ഇമോഷണൽ, വേറെ എവിടെയോ നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഇത് കാണുക എന്ന് പറയുന്നത് സർപ്രൈസ് അല്ലേ, ഭയങ്കര. ഇപ്പോഴും അവർ തന്നെയാണ്, അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതിൽ ഓരോ മൊമെൻറ്റ്സും. ഒരു പാട്ടിറങ്ങിയാൽ പോലും അവർക്ക് അന്നത്തെ ദിവസം അതാണ് അവരുടെ സന്തോഷം. പ്രത്യേകിച്ച് പ്രേമലൊക്കെ വലിയ ഹിറ്റ് ആയാലും ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വരുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതും അവരും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ തന്നെ. നിങ്ങൾക്കത് ആദ്യമായിരിക്കും അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ കുറേ ഫോൾസ് ഉള്ള, അധികം ആരും അറിയാത്ത, സക്സസ് ഇല്ലാത്ത, ഫെയിലിയേഴ്സ് മാത്രമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴൊക്കെ ഇവർ ഇപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അത് നല്ല, ഇപ്പം ഞാനൊരു പടം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് നല്ല പടമാണല്ലോ, അത് ഹിറ്റാവണ്ടാണല്ലോ എന്ന് പറയുന്ന ആ സ്നേഹമുള്ള വീടാണ് എൻ്റെ. അപ്പം അത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ സമയത്തും ഉണ്ടാവും. പെട്ടെന്നൊരു ദിവസം സക്സസ് വന്നപ്പോൾ നിന്നതല്ല. ഇപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ബോധേഡാവാത്തവരല്ല. എനിക്കെന്തെങ്കിലും സിനിമ റിലേറ്റഡ് സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ അവരും ആ ഡിസ്റ്റർബ്ഡ് ആവും അന്നത്തെ ദിവസം. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് മുന്നേ അതിനെ പൊക്കി വെക്കാനും അതേപോലെ താഴത്തിടാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടൂളാണല്ലോ. പ്രത്യേകിച്ച് തുടരും ഒക്കെ കഴിഞ്ഞ സമയത്ത് സംഗീതത്തിന്റെ ചെറിയ ഷോട്ടുകൾ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ഇപ്പൊ ഹൃദയപൂർവ്വത്തിനാണെങ്കിൽ ഒരു ഹൈപ്പ് കൊടുക്കുന്നതും ഇപ്പം അതിനുശേഷം വരുന്ന റിസപ്ഷനിലുള്ള കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട്. ഇത് ചെറിയ രീതിയിലെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വാംത്താണോ ഫീൽ ചെയ്യണേ? രണ്ടുമുണ്ട്. വാംത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പോയിന്റ് തുടങ്ങി കണ്ടത് എൻ്റെ ലൈഫിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമലു കഴിഞ്ഞിട്ട്. പ്രേമലു എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് ഓഫ് ആളുകൾക്ക് നമ്മളോടൊരു സ്നേഹം അങ്ങോട്ട് തുടങ്ങി. ആ സ്നേഹം ബിഗിൻ ചെയ്യുന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് കുഞ്ഞു കാര്യങ്ങളിലും ഞാൻ ആലോചിക്കാറുണ്ട്, ഇതെന്തിനാണ് ഇപ്പോൾ വൈറലാവുന്നത് എന്ന്. അല്ലെങ്കിൽ ഇത് വൈറലായെന്ന് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് കാണുന്നത്. അതിലൊരെണ്ണമാണ് ഈ തുടരുമില്ല കരച്ചിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആ സ്റ്റേറ്റ് അവാർഡ് പിടിച്ച് കിടക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇതുവരെ ദൈവം അനുഗ്രഹിച്ചിട്ടും ഇവർക്ക് നമ്മളോടുള്ള സ്നേഹമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഫോട്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ട്, ആ ഫോട്ടോയിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമോ ആ കണ്ടൻറ്റോ പോലും അല്ല എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഈ പറഞ്ഞ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നോട് ഒരേ അർത്ഥം വരുന്ന വാചകം കുറേ പേര് പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരാൾക്ക് കിട്ടിയതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇത് എവിടെയോ ഉള്ള എന്നെ പരിചയമുള്ളവരൊന്നുമല്ല, എന്നെ പരിചയമില്ലാത്ത പല ആൾക്കാരും ഒരേ കാര്യം പറയുന്നു എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അതിൻ്റെ നന്ദി ഉണ്ടാവും എപ്പോഴും. അതാണ് ആ സ്നേഹം. എനിക്കതാ ഇനിയും സിനിമകൾ ഒരുപാട് ചെയ്യാനും നമ്മുടെ കരിയർ മാറാനും സക്സസ് കിട്ടാനൊക്കെ ഉള്ള ആഗ്രഹത്തിനേക്കാൾ വലുതാണ് ഈ സ്നേഹം പോവല്ലേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയിലൊക്കെ കുഞ്ഞി കമൻസൊക്കെ വരുമ്പോൾ ഞങ്ങളാണെങ്കിൽ എല്ലാം കുത്തിയിരുന്ന് വൈകി എന്നിട്ടിരുന്ന് വിഷമിക്കും. ഒരു ദിവസമൊക്കെ മൊത്തം വിഷമിക്കും എന്ന് പറയുന്ന പോലെ അതുണ്ട്. വിഷമം ആവാറുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അല്ല, അവർ പറയരുതെന്നുള്ളതല്ല, അതും എനിക്ക് അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് തന്നെയാണ്. അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാതെ വരുന്ന ആളുകൾ ഇതിനിടയിലുണ്ടെന്നും
ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടെന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരു വാക്ക് പറയുന്നതാവാം, എൻ്റെ ഒരു പെർഫോമൻസ് ആവാം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ആവാം. പക്ഷെ അവർക്ക് നമ്മളോട് ഇഷ്ടക്കുറവ് വരുന്നു എന്ന് പറയുന്ന ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത് ബാധിക്കുന്നില്ല, അത് നമുക്കറിയാവുന്ന പോലെ തന്നെ അന്നൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഭയപ്പെടുത്തുന്നില്ല. പക്ഷെ ഇവർക്കുള്ള ഈ ഇഷ്ടം പോകുമെന്നുള്ളൊരു പേടിയുമുണ്ട്. ഇപ്പം കിട്ടുന്ന ഇഷ്ടത്തിൽ ഭയങ്കര ഓവർവെൽമിങ് സന്തോഷമുണ്ട്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ സ്വന്തം ആരോ ആണ് ലൈക്ക് പെർഫോം ചെയ്യുന്നതെന്നുള്ളൊരു ഫീലാണ്. ഈ സ്നേഹം ഒരിക്കലും പറ്റാതെ എപ്പോഴും സംഗീതത്തിന്റെ കൂടെ ഉണ്ടാവട്ടെ. ഇതുപോലെ നല്ല രസമുള്ള മനോഹരമായിട്ടുള്ള ഓണങ്ങൾ ഇനിയും വരട്ടെ. താങ്ക് യു സോ മച്ച്.